Hello everyone, welcome back. Are you a good trader or a bad trader? ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊരു മോശം ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ആ കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്ത് എങ്ങനെ ഒരു നല്ല ട്രേഡർ ആകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങളൊരു ഗുഡ് ട്രേഡർ അല്ലെങ്കിൽ ഒരു ഗുഡ് ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഗോൾ ഒരു ലോങ് ടൈം ആയിരിക്കും. അതായത് നിങ്ങളുടെ ഈ ലൈഫിൽ നിങ്ങൾക്കൊരു നല്ല വെൽത്ത് ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷൻ എപ്പോഴും ലോങ് ടൈം വിഷൻ ആയിരിക്കണം. അങ്ങനെയുള്ള മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു നല്ല ട്രേഡറാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു ബാഡ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു കോൺടാക്ട് തന്നെ പറയാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വളരെ പെട്ടെന്നാണ് നിങ്ങൾക്ക് റിച്ച് ആകണം. ഈ ഒരു ട്രേഡിങ്ങിലോട്ട് വന്നാൽ തന്നെ നിങ്ങൾ ക്വിക്കായിട്ട് റിച്ച് ആകാൻ വേണ്ടിയാണ്. ക്വിക്കായിട്ട് റിച്ച് ആകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ക്വിക്കായിട്ട് റിച്ച് ആകുക എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കര അഗ്രസീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അഗ്രസീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ ഡിസിപ്ലിൻ താറുമാറാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ ആ ഡിസിപ്ലിൻ ഇല്ലാതാക്കുന്ന സംഭവം വേറൊന്നുമല്ല, ക്വിക്കായിട്ട് റിച്ച് ആകണമെന്നുള്ള മൈൻഡ് സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ക്വിക്കായിട്ട് റിച്ച് ആണെന്നുള്ള മൈൻഡ് സെറ്റ് വേണ്ട, നിങ്ങൾ ഗ്രാജുവലി റിച്ച് ആയാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ക്വിക്കായിട്ട് റിച്ച് ആണെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നിങ്ങൾ റിച്ച് ആകത്തില്ല, അതിലുള്ള പൈസ മൊത്തം പോകത്തേ ഉള്ളൂ. മാത്രമല്ല നിങ്ങൾക്കൊരു ഗ്രാജുവൽ ഗ്രോത്ത് ആണ് വേണ്ടെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വിക്കായിട്ട് റിച്ച് ആകാൻ പറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ലോങ് ടൈം വിഷനുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ലോങ് ടൈം വിഷനുള്ള ആളായി മാറുക. അതായത് ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് മാർക്കറ്റ് വലിയൊരു ഡിപ്പ് സംഭവിച്ചു. അതായത് 2019 മാർക്കറ്റ് ക്രാഷ് ആയപ്പോൾ എല്ലാ ആൾക്കാരും പാനിക്കായി. പക്ഷേ ലോങ് ടൈം വിഷനുള്ള ആൾക്കാർ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു. മാർക്കറ്റ് ഏറ്റവും ബോട്ടത്തിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും പാനിക്കായിട്ട് സ്റ്റോക്കുകളെല്ലാം വിട്ടയച്ചപ്പോഴത്തേക്കും അന്ന് ഹോൾഡിംഗ് ആയിട്ട് ആൾക്കാർ പലരും ആവറേജ് ചെയ്തു. അല്ലെന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റോക്സുകൾ ബൈബാക്ക് ചെയ്ത് മേടിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് റിലയൻസിൻ്റെ ചാർട്ട് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 2012 തൊട്ട് 2019 വരെ മൂവ് ചെയ്ത് അതിനേക്കാൾ ഫാസ്റ്റായിട്ട് 2019 ക്രാഷിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ മേലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ലോങ് ടൈം വിഷനുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കറിയാം ആ മാർക്കറ്റ് ഒരിക്കലും ക്രാഷ് ആകത്തില്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഒരിക്കലും ക്രാഷ് ആകത്തില്ല, അത് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പോകുന്നവർക്കറിയാം. അപ്പോഴത്തേക്കും ഇതുപോലത്തെ ക്രാഷ് ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലോങ് ടൈം വിഷണറി ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ മൈൻഡ് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിപ്പിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു പാനിക് സെല്ല് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ഹോൾഡിങ്സുകൾ നിങ്ങൾ വിറ്റ് ഒഴിവാക്കിയിട്ട് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കും. അതാണ് ഒരു ലോങ് ടൈം വിഷണറി അല്ലാത്ത ഒരാളുടെ കുഴപ്പം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഷോർട്ട് ടൈം ഗെയിൻ ആഗ്രഹിക്കാതെ ലോങ് ടൈം ഗെയിൻ ആഗ്രഹിക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മൈൻഡ് കുറച്ചിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും, നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാനും പറ്റും. ആ ഒരു മനസ്സിലുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും റിസ്ക് മാനേജ്മെൻ്റ് ആണ്. നിങ്ങളൊരു നല്ല ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല സ്റ്റോപ്പ് ലോസുകൾ കാണും. മാത്രമല്ല നിങ്ങൾക്ക് റിസ്ക് പെർ ട്രേഡ്, ഒരു ട്രേഡിൽ എത്ര റിസ്ക് എടുക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണകൾ കാണും. നിങ്ങളുടെ ക്യാപിറ്റലിലെ 1-2% ഒരു ട്രേഡ് നിങ്ങൾ ഒരിക്കലും റിസ്ക് ചെയ്തില്ല. ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ട്രേഡർ ആകാൻ പറ്റും. പക്ഷേ ആ ഡിസിപ്ലിൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല ട്രേഡർ ആകാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ബാഡ് ട്രേഡർ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ലിവറേജ് ഉപയോഗിക്കുക. ലാഭം കിട്ടാൻ വേണ്ടി ഒരുപാട് ലിവറേജ് ഉപയോഗിക്കുന്നത് തന്നെ ഒരു നല്ല പ്രവണതയല്ല. സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്ന് പേടിച്ച് സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കുക. ഒരിക്കലും നിങ്ങൾ ചെയ്യല്ലേ. സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് പറഞ്ഞാൽ എന്തിനാണ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്? നിങ്ങളുടെ ട്രേഡ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് തന്നെ. ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വിക്കായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. നല്ല വോളറ്റിലിറ്റി ഉള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കത്തില്ല നിങ്ങൾക്ക് എക്സിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ടും വെച്ചിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ട്രേഡിംഗ് സെറ്റപ്പ് കണ്ടുപിടിക്കുക. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ട്രേഡിംഗ് സെറ്റപ്പ്. അതുപോലത്തെ ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ച് പഠിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ബാഡ് ട്രേഡറിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ക്വിക്കായിട്ട് റിവെഞ്ച് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കും. ഒരു ട്രേഡ് പ്രോഫിറ്റ് കിട്ടി അല്ലെങ്കിൽ ലോസ് കിട്ടി, ക്വിക്കായിട്ട് അടുത്ത ട്രേഡ് എടുക്കുന്നു. അങ്ങനെ അടുത്ത ട്രേഡിലോട്ട് പോകുന്നു, വീണ്ടും അടുത്ത ട്രേഡിലോട്ട് പോകുന്നു. അവസാനം ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു വലിയൊരു ലോസ് ആയിട്ടുള്ള പി ഹാൻഡിൽ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ഇങ്ങനെ ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാറ്റി വെക്കേണ്ട സ്വഭാവം തന്നെയാണ്. അതൊരിക്കലും നിങ്ങളെ പ്രോഫിറ്റിലാകത്തില്ല. അതുകൊണ്ട് 1, 2, 3 ട്രേഡുകൾ മാക്സിമം എടുക്കുക ഒരു ദിവസം. അതിൽ കൂടുതൽ ട്രേഡുകൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എടുക്കുന്ന ട്രേഡുകളുടെ എണ്ണം കൂടുതലും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും പി ആൻഡിൽ. അതുകൊണ്ട് ആ കാര്യം ഉറപ്പാണ് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഇമോഷണൽ കൺട്രോൾ ആണ്. നിങ്ങളൊരു ഗുഡ് ട്രേഡർ ആണെങ്കിൽ നിങ്ങളൊരു പൊസിഷൻ ലൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പുറത്തൊരു ഇമോഷണൽ കൺട്രോൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരിക്കലും ലാപ്ടോപ്പ് തല്ലി പൊട്ടിക്കാൻ ശ്രമിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഓവർ ട്രേഡ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. കാരണം ലോസ് ഈസ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതറിയാമെന്ന് മാത്രമല്ല അത് നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഗുഡ് ട്രേഡറാണ്. കാരണം എല്ലാ ട്രേഡുകളും നമുക്ക് ഒരിക്കലും വിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ തോക്കുന്ന ട്രേഡുകളിൽ നമുക്ക് ഇമോഷണൽ കൺട്രോൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം.
എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വിന്നിംഗ് പ്രോബിലിറ്റി കൂട്ടാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിയുടെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇൻ കേസ് അതിനകത്ത് ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ പുതിയ സ്ട്രാറ്റജി നിങ്ങൾ തപ്പി പോകത്തില്ല. ആ സ്ട്രാറ്റജി എങ്ങനെ മോഡിഫൈ ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമോ ഒക്കെ ചെയ്യും ആ സ്ട്രാറ്റജി വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നല്ല ട്രേഡറാണ്. ഇനിയിപ്പോൾ ഇതേ കോൺടാക്റ്റിൽ ബാഡ് ട്രേഡർ എങ്ങനെ ബിഹേവ് എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്, ആ സ്ട്രാറ്റജിയിൽ പെട്ടെന്ന് ലോസ് വന്നു, ഉടനെ നിങ്ങൾ സ്ട്രാറ്റജി മാറ്റരുത്. നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ റിസ്ക് റിവാർഡും മറ്റും ചേഞ്ച് ചെയ്ത് നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ അത് മോഡിഫൈ ചെയ്ത് നോക്കും. എന്നിട്ട് എങ്ങനെയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കും. ഇങ്ങോട്ട് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ബാഡ് ട്രേഡറാണ്. മാത്രമല്ല നിങ്ങൾ റാൻഡമായിട്ട് എപ്പോഴും വരുന്ന ന്യൂസുകൾ നിങ്ങൾ കാണുകയും അതനുസരിച്ച് പെട്ടെന്ന് ക്വിക്കായിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ബാഡ് ട്രേഡറാണ്. അതായത് ഒരിക്കലും നമ്മുടെ മൈൻഡ് ന്യൂസിനനുസരിച്ച് മാറാൻ പാടില്ല. കാരണം ന്യൂസൊക്കെ കൂടുതലും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ബയാസ്ഡായിട്ട് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ബാഡ് ട്രേഡിൻ്റെ സ്വഭാവമാണ്. ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ പ്ലാൻ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങൾ ന്യൂസ് ബേസ്ഡ് ട്രേഡ് എടുക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ ന്യൂസ് ബേസ്ഡ് ട്രേഡ് എടുക്കുക. അല്ലാത്തൊരാണെങ്കിൽ ന്യൂസ് ഇങ്ങനെ വെറുതെ വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് നല്ല ന്യൂസ് ഉണ്ടായാലും മോശം ന്യൂസ് ഉണ്ടായാലും നിങ്ങൾ ന്യൂസ് ബേസ്ഡ് എടുക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ന്യൂസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടില്ല. ഇനി അടുത്തതും അവസാനത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് ജേർണൽ കീപ്പ് ചെയ്യുന്നതാണ്. അതായത് ഒരു ഗുഡ് ട്രേഡർ എപ്പോഴും ഒരു ട്രേഡിംഗ് ജേർണൽ കീപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു ഗുഡ് ബിസിനസ് മാൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കും. അവരുടെ പ്രോഫിറ്റ് എത്രമാത്രം ഉണ്ട്, ലോസ് എത്രമാത്രം ഉണ്ട്, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കും ഒരു നല്ല ബിസിനസ് മാൻ. അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സാണ് ട്രേഡിങ്. അപ്പോൾ അതിനകത്ത് ചിലവുകളും അതിനകത്ത് ലാഭങ്ങളും നഷ്ടങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കി ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു നല്ല ട്രേഡർ അല്ല. എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെടുത്ത ട്രേഡുകളും അതിൻ്റെ ലോസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നതിൻ്റെ കാരണം അതെല്ലാം എഴുതി വെക്കുക. ഇനിയിപ്പോൾ കാരണങ്ങളൊന്നും എഴുതിയില്ല തന്നെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യാനാണ് ഈ കാരണങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞത്. കാരണം എന്തെല്ലാം കാരണങ്ങളാണ് നിങ്ങൾ നഷ്ടം വരുത്തി വെച്ച് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കിയ കാരണങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ ഡേറ്റ കിട്ടുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കാരണങ്ങൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ കാരണങ്ങൾ എഴുതി വെച്ചില്ലേ പോലും നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ ഉണ്ടാക്കിയെടുക്കണം. എത്ര ട്രേഡ് നിങ്ങൾക്ക് ലോസ് പോയി, എത്ര ട്രേഡ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നു, എത്ര ബ്രേക്ക് ഇവൻ എക്സിറ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഒരു ഡേറ്റ ഉണ്ടാക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്ട്രാറ്റജിയുടെ വിന്നിംഗ് റേറ്റ് ഏതൊക്കെ മാസങ്ങളാണ് അതിൻ്റെ വിന്നിംഗ് റേറ്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടൊരു ഡേറ്റ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളൊരു ഡേറ്റ കീപ്പ് ചെയ്യുക. ഒരു ട്രേഡിംഗ് ജേർണൽ ഉറപ്പായിട്ടും വെക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും മനസ്സിൽ വെക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങളൊരു ഗുഡ് ട്രേഡർ ആണോ ബാഡ് ട്രേഡർ ആണോ. ബാഡെന്ന് വെച്ചാൽ അത്ര മോശമൊന്നും അല്ല. നിങ്ങളെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ട്രേഡർ ആകാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെ എന്തൊക്കെ കാര്യങ്ങളാണോ മുന്നോട്ട് വലിക്കുന്നത് ആ കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അറിയാമല്ലോ എത്ര ആൾക്കാർക്ക് നിങ്ങളെപ്പോലെ സെയിം പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാമല്ലോ. 2 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ട്രേഡിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കാറുണ്ടോ? ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാനും കൃത്യമായിട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അത്ര ശരിയല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പരിശ്രമിച്ചാൽ വശത്താക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സിനെ നമുക്ക് കീഴടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടോപ്പാണ് നമ്മുടെ ലൈഫിൽ. അതുകൊണ്ട് ആ കാര്യം ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കീഴടക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്ത് എന്ത് നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.